ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. പ്രപഞ്ചശക്തിക്ക് നിങ്ങളോട് പറയാൻ എന്താണുള്ളത്? നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിട്ടുള്ള പുതിയ മാറ്റം എന്താണ്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനോട് പ്രപഞ്ചശക്തിക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് മാറ്റമാണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്നത്? ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 9 ആവർത്തിച്ചു, 8, 11, 2, 7, 1, വീണ്ടും 11 വന്നിരിക്കുന്നു, 2. ഓക്കെ, അപ്പം ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ. ഈ നമ്പറോ ഈ മന്തോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. ഇവിടെ വന്നിരിക്കുന്ന സോഡിയക് സൈൻ, ഇത് എയർ സൈൻ ആണ് വന്നിരിക്കുന്നത്. എയർ സൈൻ ജെമിനി, ലിബ്ര, അക്യൂറിയസ്. ഫയർ സൈൻ വന്നിരിക്കുന്നു ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. വാട്ടർ സൈൻ വന്നിരിക്കുന്നു ക്യാൻസർ, സ്കോർപ്പിയസ്, സ്പൈസീസ്. എർത്ത് സൈൻ വന്നിരിക്കുന്നു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഓക്കെ, മേടം, ചിങ്ങം, ധനു, മിഥുനം, തുലാം, കുംഭം, ഇടവം, കന്നി, മകരം, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. 9 ഓഫ് സോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചില ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ വന്നത്. ഓക്കെ, അപ്പം ആ ഒരു നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലത്തിന് നമ്മളിൽ തന്നെയാണ് അതിൻ്റെ റീസണും വെച്ചിരിക്കുന്നത്. എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് തന്നെ എഴുതിയിരിക്കുന്നത് തത്വമസി എന്നാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നിങ്ങളിൽ തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ശബരിമലയിൽ ചെന്ന് കയറുമ്പോഴത്തേക്കും ശബരിമലയിൽ കയറി അവിടെ ചെല്ലുന്ന സമയത്തും നീ ആരെയാണോ തേടുന്നത് അത് നിന്നിൽ തന്നെയാണ് എന്നാണ് അതിലും പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പ്രപഞ്ചവും പറയുന്നത്. നീ എന്തിനു വേണ്ടിയിട്ടാണോ വിഷമിച്ച് നിലവിളിച്ച് കരയുന്നത് അതിൻ്റെ പരിഹാരവും നിന്നിൽ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് വരണമെങ്കിൽ, നീ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കടന്നെങ്കിൽ മാത്രമേ അത് നിനക്ക് ലഭിക്കുകയുള്ളൂ. നിനക്ക് ജസ്റ്റിസ് ലഭിക്കണമെങ്കിൽ നീ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കടന്നേ മതിയാകുമോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ഉയർച്ച, നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു നിലയിൽ നിങ്ങൾ ഉയരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളെ അപമാനിച്ച വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ വരുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരുന്നു. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ബാലൻസിങ്ങിൽ വരുന്നു. പക്ഷേ നിങ്ങൾ അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ അതിൻ്റെ പരിഹാരം നിങ്ങളിലുണ്ട്. ആ പരിഹാരം നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന അല്ലെങ്കിൽ സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ട് തന്നെ ഉണ്ട്. അതിന് കുറച്ച് സ്ട്രഗിൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രഗിൾ കൂടി കടന്നു പോയി അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിൻ്റെ ഉത്തരവാദിത്വവും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് 9 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, നമ്മൾ വെയിറ്റിങ്ങിലാണ്. പലപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഓക്കെ, ആ വെയിറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ വന്നു ചേരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ നിരസിക്കപ്പെടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോക്കസ് മറ്റെന്തിലെങ്കിലും ആയി പോകുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചില സിറ്റുവേഷനിൽ നമ്മൾ ചില കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആണ്. ഓക്കെ, മറ്റൊന്നും പുറമേ ഉള്ള ഒരു കാര്യവും നമ്മൾ കാണുന്നില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നതെങ്കിൽ കൂടുതലും എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട്, അതിലെ വിഷമങ്ങളുമായി ബന്ധപ്പെട്ട്, അതിലെ നഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ എനർജി മുഴുവനും ആ ഒരു കാര്യത്തേക്ക്, ഒരു ദിവസത്തിൻ്റെ പകുതിയോളവും ചിലപ്പോൾ അതിലോട്ട് എഫേർട്ട് ഇടുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫീസിലാണ് ഒരു മാനസിക ദുഃഖം ഉണ്ടായത്, അല്ലെങ്കിൽ അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ആ ഒരു ദിവസം മുഴുവനും നിങ്ങളുടെ ഫോക്കസ് ആ ഒരു കാര്യങ്ങളിലേക്ക് തന്നെ നിന്നുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റാതെ, മറ്റൊന്നിലും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ കഴിയാതെ പോകുന്ന ചില സിറ്റുവേഷൻ നിങ്ങളിൽ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മളിൽ കൺട്രോൾഡ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, പ്രപഞ്ചശക്തി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ മനസ്സ് പറയുന്ന വഴിയെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള അഫർമേഷനും എത്രത്തോളം ശക്തി ഉണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു ചെറിയ എക്സാമ്പിൾ നമുക്ക് പറയാം. ഓക്കെ, ഒരു ഡോക്ടറായിരിക്കുന്നതായിട്ടുള്ള വ്യക്തിയുടെ മക്കൾക്ക് എന്തുകൊണ്ടാണ് അവരും ഡോക്ടറിലേക്ക് തന്നെ, അവരുടെ ജോലിയും ഡോക്ടറായിട്ട് തന്നെ പോകുന്നത്? അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയുടെ മക്കളിൽ ഭൂരിഭാഗം വ്യക്തികളിലും ആ കുട്ടികൾ കൂടുതലും വണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായി പോകുന്നതിന് കാരണവും അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിനും കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് മാത്രമല്ല,
നമ്മൾ എന്താണോ കുട്ടിനാളിലെ കാണുന്നത്, നമ്മളുടെ മനസ്സിലേക്ക് വന്ന് പതിക്കുന്നത്, അഫർമേഷൻ എന്താണോ അതാണ് അവിടെ സക്സസ് ആയി വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്നത് അത് നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾക്ക് പറ്റുന്ന തെറ്റെന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂരിഭാഗം വ്യക്തികളും പോസിറ്റീവിന് പകരം നമ്മൾ നെഗറ്റീവാണ് അന്വേഷിക്കുന്നത്, നെഗറ്റീവ് വാക്കുകളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് വന്നു ചേരുന്നത്. അപ്പം യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മളുടെ കൺട്രോളിലാക്കുക. നമ്മൾ മനസ്സ് പറയുന്നത് കേട്ടിട്ട് നമ്മൾ നിൽക്കുകയും നമ്മളിലേക്ക് വരേണ്ടതായിട്ടുള്ള പല അനുഗ്രഹങ്ങളെയും നമ്മളായിട്ട് തന്നെ നശിപ്പിച്ച് കളയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, പക്ഷേ അത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാതെ നിങ്ങളുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാതെ ഒരിക്കലും നടക്കില്ല. അപ്പം ചില വ്യക്തികൾ പറയുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല, പല ചിന്തകളാൽ നമ്മുടെ മനസ്സിങ്ങനെ കറങ്ങി നടക്കുന്നു, പല നെഗറ്റീവ് തോട്ടുകളിലേക്ക് മനസ്സ് മാറിപ്പോകുന്നു. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചതിന് ശേഷം നിങ്ങളുടെ കണ്ണിന് നേരെയുള്ള ലെവലിനായിരിക്കണം, താഴെ ആയിരിക്കരുത്, മുകളിലായിരിക്കരുത്, കണ്ണിന് നേരെ ലെവലിന് ഇതുപോലെ മെഴുകുതിരി കത്തിച്ച് വെച്ചതിന് ശേഷം ആ തീനാളത്തിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിരന്തരമായി നിങ്ങൾ ആ തീനാളത്തിലേക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂറത്തേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തിരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റ് ചിന്തകളൊന്നും വരാതെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് പിന്നീട് നിങ്ങൾക്ക് ഈ മെഴുകുതിരി ഇല്ലാതെ പോലും നിങ്ങളുടെ മൈൻഡിനെ ഒരൊറ്റ ബിന്ദുവിൽ ഫോക്കസ് ചെയ്യുവാൻ സാധിക്കും. അത് നിങ്ങളുടെ ഉള്ളിൽ അകക്കണ്ണിലായിരിക്കും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 8 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? എല്ലാവരുടെയും ജീവിതത്തിൽ ഗ്രഹണങ്ങൾ സംഭവിക്കുന്നുണ്ട്. മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കും ഈ ഭൂമിക്കും ഗ്രഹങ്ങൾക്കും എല്ലാം ഗ്രഹണം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് താൽക്കാലികമായിരിക്കും. അതിനുശേഷം നിങ്ങൾക്കൊരു ഉദയമുണ്ടാകും. നിങ്ങൾ പൂർണ്ണ ശോഭയോടുകൂടി വീണ്ടും ഉദിക്കുന്ന ഒരു സമയം ഉണ്ടാകും. എന്തിനെന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വാല്യൂ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രകാശം നിരന്തരമായിട്ട് നമ്മുടെ ലൈഫിലൊരു പ്രകാശം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ പ്രകാശത്തിൻ്റെ വാല്യൂ മനസ്സിലാകത്തില്ല. അന്ധകാരം വരുമ്പോഴായിരിക്കും പ്രകാശത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അന്ധകാരമായിരുന്നാലും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ പ്രകാശം വരണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എന്തിനാണ് വേനലൊക്കെ വരുന്നത്? വെള്ളത്തിൻ്റെ വില മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ ഓരോ ജീവിതത്തിലും നമുക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി അതിന് വില കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ജോലി, അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പഠിച്ച വ്യക്തിയാണ്, നിങ്ങൾക്ക് എവിടെ ചെന്നായിരുന്നാലും നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ, ആ ഒരു ചിന്ത നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ജോലിയിൽ ഉറച്ചു നിൽക്കത്തില്ല. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് അതപ്പോഴേ തട്ടിക്കളഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. അവിടെ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് വേറെ ഇഷ്ടംപോലെ ജോലി കിട്ടും, അത് അവിടെ നിൽക്കത്തില്ല. അപ്പം നമ്മൾക്ക് ആ ഒരു മൈൻഡ് സെറ്റായി പോകും. അപ്പം പ്രപഞ്ചം എന്ത് ചെയ്യും? ഒരു സമയത്ത് നമ്മളെ പൂട്ടിക്കളയും. നമ്മൾ എത്ര അന്വേഷിച്ചാലും നമുക്ക് എപ്പോഴും കിട്ടുന്ന രീതിയിലായിരിക്കത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒന്ന് പിണങ്ങുമ്പോഴത്തേക്ക് ചിലപ്പം നിങ്ങൾ വിചാരിക്കും തിരിച്ച് ശരിയാകും, പിന്നും എന്തെങ്കിലും കാര്യങ്ങളുണ്ടാക്കി വീണ്ടും നിങ്ങളുടെ ഇടയിൽ അടിവഴക്കുണ്ടാക്കും, പിന്നും പിണങ്ങും, ശരിയാകും. അപ്പം നിങ്ങളുടെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ശരിയാകും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ആ ഒരു ഇതിന് വാല്യൂ ഇല്ലാത്തതുപോലെ വഴക്കുണ്ടാക്കുകയും അതും ഇതും പറയുകയും ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെയായിരിക്കും നിങ്ങളുടെ പേഴ്സണും ചെയ്യുന്നത്. ഓക്കെ, ഇത് ശരിയാവും, എപ്പോഴായാലും എൻ്റെ പിറകെ എങ്ങ് വന്നോളും, നിങ്ങൾ തിരിച്ച് വന്നോളും എന്നുള്ളൊരു ചിന്തയായിരിക്കും അവർക്ക് ഉള്ളത്. എന്നാൽ ഒരു സമയത്ത് പ്രപഞ്ചം നിങ്ങളുടെയും അവരുടെയും മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ഗ്രഹണമാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ വാല്യൂവും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നതിന് പ്രപഞ്ചം ഒരുക്കിയിരിക്കുന്ന ചില ഗ്രഹണങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അത് വാല്യൂ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. അത് റിലേഷൻഷിപ്പ് ആയാലും ശരി തന്നെ, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പൈസയാണെങ്കിലും, സാമ്പത്തികമായിട്ടുള്ള കാര്യമാണെങ്കിലും, ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രഹണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നു. അതൊരിക്കലും ഒരു അവസാനമല്ല. ആ ഗ്രഹണം മാറി ഒരു പ്രകാശം തിരിച്ച് വീണ്ടും വരും നിങ്ങൾക്ക്. അത് വീണ്ടും നൽകിക്കൊണ്ട് തന്നെ ഇനിയെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി വീണ്ടും ലഭിക്കുന്നതാണ്. ഓക്കെ,
ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ജസ്റ്റിസിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ചില സ്ഥലങ്ങളിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ആരുമില്ലാത്തതാക്കി മാറ്റുന്നത് നിങ്ങളെ ശക്തരാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ചില സ്ഥലങ്ങളിൽ നിങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തും, നിങ്ങളെല്ലാവരും തഴഞ്ഞു കളയും. ഓക്കെ, എത്രയൊക്കെ നിങ്ങൾ ശ്രമിച്ചിരുന്നാലും മറ്റുള്ളവരെല്ലാം കൂടി നിങ്ങളെ കുറ്റക്കാരാക്കും. ഓക്കെ, ആ സമയത്ത് നിങ്ങളുടെ ശബ്ദം ഉയരുന്നതിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചം നിങ്ങളെ ശക്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത്. രണ്ട് വൃക്ഷങ്ങൾ നടുകയാണ്. രണ്ട് വൃക്ഷങ്ങൾ നടുമ്പോൾ ഒരു വൃക്ഷത്തിന് നമ്മൾ വെള്ളം കൊടുക്കുകയും മറ്റു വൃക്ഷത്തിന് വെള്ളവും വളവും ഒന്നും കൊടുക്കാതെ അതിനെ മാറ്റി നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളവും വളവും കിട്ടിയിരിക്കുന്നതായിട്ടുള്ള വൃക്ഷം നല്ല രീതിയിൽ പുഷ്പിക്കുകയും കായ്ക്കുകയും ഫലം കായ്ക്കുകയും നല്ല ഇലകളും ഒക്കെ ആയിട്ട് അത് പോഷിച്ച് നല്ല രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണാം. എന്നാൽ വെള്ളവും വളവും ഒന്നും കൊടുക്കാതിരുന്നതായിട്ടുള്ള ആ വൃക്ഷം വളരെ നേർത്തിട്ടാണെങ്കിലും അത് വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നല്ലൊരു മഴയും കാറ്റും കൊടുങ്കാറ്റും ഒക്കെ അടിക്കുന്ന ഒരു സമയത്ത് നമ്മൾ വെള്ളവും വളവും കൊടുത്തിരിക്കുന്നതായിട്ടുള്ള മരം പെട്ടെന്ന് തന്നെ വീഴുന്നതായിട്ട് കാണാം. കാരണം നമ്മൾ വെള്ളവും വളവും എല്ലാം കൊടുക്കുന്ന സമയത്ത് അതിന് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മുകളിൽ തന്നെ ഉണ്ട്. ഓക്കെ, അതിൻ്റെ വേരുകൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ടില്ല, ആഴങ്ങളിലേക്ക് പോകേണ്ടതായിട്ടില്ല. എന്നാൽ നമ്മൾ ഇഗ്നോർ ചെയ്തതായിട്ടുള്ള ആ ഒരു വൃക്ഷത്തിന് വെള്ളവും വളവും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യം അവൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയുടെ ഗർഭത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട്. ശക്തമായ രീതിയിൽ തന്നെ അതിൻ്റെ വേരുകളെ ഭൂമിയിലേക്ക് ഇറക്കിയെങ്കിൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ. അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ നിന്നും വെള്ളം ശേഖരിച്ച് വളവും ശേഖരിച്ച് ജീവൻ നിലനിൽക്കുന്നതായിട്ടുള്ള വൃക്ഷത്തിന് ഏതൊരു കാറ്റിലും കോളിലും അതിന് വീണു പോകുവാൻ ഇടവരില്ല. കാരണം അത് മാനസികമായും ശാരീരികമായും ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പ്രകൃതിയാണ് അതിനെ വളർത്തിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ചുറ്റും നമ്മളെ സ്നേഹിക്കുവാനും നമുക്കൊരു മുറിവ് വന്നിരുന്നാലും നമുക്കൊന്ന് മനസ്സ് തകർന്നിരുന്നാലും നമ്മളൊന്ന് കരഞ്ഞിരുന്നാലും നമ്മൾ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ പിറകെ വന്ന് ഫുഡ് കഴിക്കുക എന്ന് വിളിക്കുവാനും ഒക്കെ നമ്മുടെ ചുറ്റിനും ആൾക്കാരുണ്ടാകുന്ന സമയത്ത് നമുക്ക് അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ ഇതൊന്നും ഇല്ലാതാകുന്ന ഒരു സമയം നമ്മുടെ മുന്നിൽ പ്രപഞ്ചം കൊണ്ടുവരും. ആരാലും സഹായിക്കമില്ലാതെ, ആരാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ നമ്മൾ തന്നെ ഉരുകി വേദനയോടുകൂടി കരയുന്നതായിട്ടുള്ളൊരു നിമിഷം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് നിങ്ങളെ ശക്തനാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തകർന്നു പോകാതെ ഇനി ഒറ്റയ്ക്ക് പ്രകൃതിയുടെ ഭാഗമായി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കത് സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നു. ഈ ഒരു സമയം നിങ്ങൾ ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മാനസികമായി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശക്തി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതാണ് എന്നാണ് പ്രപഞ്ചം ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് 7 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നമ്മുടെ കർമ്മയ്ക്കനുസരിച്ചാണ് നമുക്ക് ഓരോ കാര്യവും നമുക്ക് ലഭിക്കുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ വ്യക്തിയുടെയും കർമ്മയ്ക്കനുസരിച്ച് ലഭിക്കുന്നതായിട്ടുള്ള ചില ഫലങ്ങളുണ്ട്. ഓക്കെ, ആ കർമ്മം നമ്മൾ നേരെയാക്കിയെങ്കിൽ മാത്രമായിരിക്കും നമ്മളിലേക്ക് ആ കാര്യങ്ങൾ വന്നെത്തുന്നത്. നമ്മൾ സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് അത് ലഭിക്കണമെന്നില്ല, അല്ലേ? നമ്മൾ നിരന്തരമായിട്ട് അഫർമേഷൻ ചെയ്യുകയാണ്, നമുക്ക് ഇങ്ങനെ കിട്ടണം, ഇങ്ങനെ. പക്ഷേ അതിനുവേണ്ടി എഫേർട്ട് എടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല, നമ്മൾ മടിച്ച് മാറി നിൽക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മളതിന് വേണ്ടി എഫേർട്ട് ഇടുന്നില്ല, നമ്മളിങ്ങനെ ഇത് ശരിയായി കിട്ടും, ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്നുള്ള രീതിയിൽ നമ്മൾ വെയിറ്റിങ്ങിലാണ്. പക്ഷേ അതിന് വേണ്ടി എഫേർട്ട് ഇടുന്നില്ല. അങ്ങനെ എഫേർട്ട് ഇടാതെ നമ്മൾ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് നമുക്ക് സ്വപ്നങ്ങളായി തന്നെ നിൽക്കും. എന്നാൽ നിങ്ങൾ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യത്തോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങളെല്ലാം നിങ്ങൾ പൂർണ്ണമാക്കി തീർക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്തത് അത് മുഴുവനും നിങ്ങളിലേക്ക് വന്നെത്തുകയും, കാരണം ഈ ഒരു ലേഡി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ നല്ലൊരു ഭാഗവും അവർ എഫേർട്ട് ഇട്ടതിന് ശേഷം നേടിയെടുത്തിരിക്കുന്നതാണ് ഈ സ്ഥാനമാനങ്ങളും ഈ അധികാരങ്ങളും. ഓക്കെ, അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും അവർ എഫേർട്ട് ഇട്ട് അവരുടെ ഗ്രോത്ത് അതെല്ലാം അവർ
കൊണ്ടുവന്നത് അവരുടെ എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ ഈ 7 ഓഫ് കപ്പ് നമ്മൾ അഫർമേഷൻ ചെയ്യുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു അഫർമേഷൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നമ്മൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമായിരിക്കും നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നുള്ളൊരു മെസ്സേജ് കൂടി പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫർ വരാൻ പോകുന്നു എന്ന് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടോ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില അനുഗ്രഹങ്ങളെ നൽകാൻ പോകുന്നതായിട്ടാണ് പറയുന്നത്. പക്ഷേ അത് നിങ്ങൾ ഇഗ്നോർ ചെയ്തു എങ്കിൽ, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളത് നിരസിക്കുന്നു എങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആകില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഇവിടെ പറയുന്നത്. ഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കുകയില്ല, എന്നാൽ ആ പ്രപഞ്ചത്തിൻ്റെ വാതിൽ തുറക്കുവാൻ പോകുന്നു. നിങ്ങളുടെ മുന്നിൽ അത് തുറക്കാൻ പോകുന്നു. കാരണം ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഈ കപ്പിൻ്റെ എനർജി നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ, അത് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ആവശ്യമാണ്. നിങ്ങൾ മെഡിറ്റേഷനോടുകൂടി ഇരിക്കുക. നമ്മൾക്ക് നമ്മുടെ കൈകൾക്കിടയിൽ ഒരു എനർജിയുണ്ട്. ആ എനർജിയെ നമുക്ക് സെൻസ് ചെയ്യണമെങ്കിൽ അത് എല്ലാവർക്കും സാധിക്കില്ല. അത് കണ്ടിന്യൂ നമ്മളൊരു പ്രാക്ടീസിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ, ആക്ഷൻ എടുത്തെങ്കിൽ മാത്രമേ, അതിനുവേണ്ടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത് സെൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഒരു പ്രാവശ്യം കഴിച്ചു എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കളയുന്നവർക്ക് ജീവിതത്തിൽ അനുഗ്രഹവും അതുപോലെ ആയിരിക്കും. എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് പോകും. പക്ഷേ എനിക്ക് ആ ഒരു കാര്യം ഫീൽ ചെയ്യണം, എൻ്റെ ജീവിതത്തിൽ അത് എനിക്ക് സെൻസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനിടയിൽ നിങ്ങൾക്കൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാൻ സാധിക്കും. അത് എക്സാമ്പിൾ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും. അപ്പോൾ പ്രപഞ്ചം പറയുന്നു, നിങ്ങളുടെ മുന്നിൽ ചില വാതിലുകൾ, ചില ഗിഫ്റ്റുകൾ എല്ലാം നിങ്ങൾക്കിവിടെ തുറക്കപ്പെടാൻ പോകുന്നു. അത് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളിൽ നിന്നും എന്നേക്കുമായി പോയി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് സൈഡിൽ നിന്നും, ഫസ്റ്റ് കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്, നെഗറ്റീവ് സൈഡിൽ നിന്നും നിങ്ങളുടെ കണ്ണുനീരിനെ ഇങ്ങനെ കണ്ണെല്ലാം പൊത്തി നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ആ വേദനകളും കാര്യങ്ങളും മാത്രമാണ് നിങ്ങളുടെ കണ്ണു മുമ്പിൽ ഇരിക്കുന്നത്, നിങ്ങളുടെ ചിന്തയിലിരിക്കുന്നത്. അതുതന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വന്ന ചില പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നോക്കണം. ഓക്കെ, എഴുന്നേറ്റ് നോക്കുക എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി അവിടെ ചെയ്തെങ്കിൽ മാത്രമേ, ഓക്കെ, സ്റ്റക്കായിട്ട് നിൽക്കാതെ, ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനായിട്ട് നിൽക്കാതെ അതിനുവേണ്ടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമായിരിക്കും പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് റിലേഷൻ ആയാലും ശരി തന്നെ, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും പ്രപഞ്ചത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വരുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില ബാലൻസുകൾ വരുന്നു. അത് സാമ്പത്തികമായിരിക്കാം, അത് നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരുന്നു. വീടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വീടില്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വീടുമായി ബന്ധപ്പെട്ട് ഒരു ഓഫർ വരുന്നതായി കാണുന്നു. ഓക്കെ, വീട്ടിൽ ഒരു ഐക്യമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഹാർമണി വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഐക്യം നിങ്ങളെ തേടിയെത്തുന്നു. റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്ന സ്ഥാനം നിങ്ങൾ അലങ്കരിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ജോലി സ്ഥലമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച, ജോലി സംബന്ധമായ ഉയർച്ച, ഇതെല്ലാം നിങ്ങളെ തേടിയെത്തുന്നു. എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ്ബി മദർ യൂണിവേഴ്സ്, പേജ് ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് കെഡ്ബി മദർ യൂണിവേഴ്സ്, പ്രപഞ്ചശക്തിക്ക് എന്താണ് പറയാനുള്ളത്? ഓക്കെ, 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഴിച്ചുവിടേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷനുണ്ട്. പാസ്റ്റിൽ നടന്നതായിട്ടുള്ള ചില തോട്ടുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഭാരമാക്കി കൊണ്ട് നടക്കുന്നതായിട്ടുള്ള ചില ചിന്തകളുണ്ട്. ഓക്കെ, ആ ചിന്തകളെ നിങ്ങൾ റിലീസ് ചെയ്യുക. നിങ്ങൾ നിരന്തരമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള, നിങ്ങളെ മുറിവേൽപ്പിക്കുന്നതായിട്ടുള്ള ചിന്തകളുണ്ട്. ആ ചിന്തകളെ ആ ഭാരം നിങ്ങൾ ഇറക്കി വയ്ക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം നിങ്ങൾ റിലീസ്
റിലീസ് ചെയ്യുക. അത് നിങ്ങളെ ഒരു ബ്ലാക്ക് എനർജിയിലേക്ക് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കാതെ അതിൽ തന്നെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ മറ്റൊരു അനുഗ്രഹത്തിലേക്ക് കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, ഒരു ആക്ഷനും നിങ്ങൾക്ക് എടുക്കുവാൻ പറ്റില്ല. നിങ്ങളങ്ങനെ സ്റ്റക്കായി പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പറയുന്നത് പാസ്റ്റിലായിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് കടന്നു പോകുക. നിങ്ങളുടെ മാനസിക ബലം നിങ്ങൾ എടുക്കുക. പ്രപഞ്ചത്തിൽ നിന്നുള്ള മെസ്സേജ് നിങ്ങളെ വഴി നടത്തും എന്നുള്ളതാണ്. മുന്നോട്ട് പോകുക, ശക്തിപ്പെടുക. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അത് പാസ്റ്റിലെ ചില കാര്യമായി തന്നെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ, പുതിയ ഐഡിയകളെല്ലാം നിങ്ങൾക്കിവിടെ ഓപ്പൺ ആകുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ഓപ്പൺ ആക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നിങ്ങൾ ഇഗ്നോർ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം ഇവിടെ വെയിറ്റിംഗ് ആണ്, ആക്ഷൻ എടുക്കുന്നില്ല. ഇവിടെ ഉള്ള കപ്പുകളെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്താലുള്ള കപ്പുകളെല്ലാം ഉപേക്ഷിച്ച് പോകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായ മറ്റ് ചില സാഹചര്യങ്ങളെ നിങ്ങളെ വിഷമിപ്പിച്ചതായിട്ടുള്ള, വേദനിപ്പിച്ചതായിട്ടുള്ള സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ ആക്ഷൻ എടുക്കാതെ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഓഫർ സ്വീകരിക്കാതെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് യാതൊന്നും കാണുവാൻ കഴിയാതെ ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിങ്ങൾ ഒതുങ്ങിക്കൂടി നിൽക്കുന്നു. ഒരു ആക്ഷനും നിങ്ങൾ എടുക്കുന്നില്ല. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും നിങ്ങൾ മടിച്ച് നിൽക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ തകർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ വിചാരിച്ചാലേ മതിയാകുകയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ അമ്മമാർ നമുക്ക് ആഹാരങ്ങളും പാലും ഒക്കെ തന്ന് നമ്മുടെ പിറകെ നടന്ന് നമ്മളെ പോറ്റി വളർത്തുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മളെ വിട്ട് കളയുകയാണ്. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തി നമ്മളുടെ ആരോഗ്യത്തെ നോക്കി നടത്തേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. അതുപോലെ തന്നെയാണ് പ്രപഞ്ചശക്തിയും പറയുന്നത്. നമ്മളെ നോക്കി നടത്തിയിരുന്നതായിട്ടുള്ള ഒരു സമയം പ്രപഞ്ചത്തിന് ഉണ്ടായിരുന്നു. ആ ഒരു സമയം എപ്പോഴും നമുക്ക് ആ ഒരു സമയവും ആ ഒരു ഓഫറും കിട്ടി എന്ന് വരില്ല. ഈ ഒരു സമയം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ കൂടി ആണെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. പ്രപഞ്ചം വെച്ചിരിക്കുന്നതായിട്ടുള്ള ഓഫർ സ്വീകരിക്കേണ്ട സമയമാണ്. നിങ്ങൾ കരഞ്ഞിരിക്കാതെ നിങ്ങൾ മുഖമൊക്കെ കഴുകി നല്ല സ്ട്രെങ്ത് ആയിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ ഇന്നർ ശക്തിയെ നിങ്ങൾ ഒരു ബലപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം വന്നു ചേരുമെന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം എൻ്റെ വ്യൂസിന് നൽകിയതിനായി ഞാൻ നന്ദി പറയുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ലൈഫിലും സാമ്പത്തികമായും അതുപോലെ തന്നെ റിലേഷൻ സംബന്ധമായും ജോലി സംബന്ധമായും ഒരു വലിയ മാറ്റം കൊണ്ടുവന്നതിനായി നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.